എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സ്വീറ്റ് കോൺ വെച്ച് തയ്യാറാക്കിയെടുക്കാം. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു മസാല ചാട്ടിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റാണ്. വളരെ ഈസിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മസാല കോൺ ചാട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മസാല കോൺ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 കോൺ, അതായത് ചോളമാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പം ഞാൻ തൊലിയോട് കൂടിയുള്ള ഫ്രഷ് ആയിട്ടുള്ള ചോളമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ചാട്ടിന് വേണ്ടി വേണമെങ്കിൽ ഫ്രോസൺ ആയിട്ടുള്ളതും എടുക്കാം. ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം ഇതിൻ്റെ അകത്തിൽ നിന്ന് നമുക്ക് കോണൊന്ന് ഇളക്കിയെടുക്കണം. അതിനായിട്ട് ആദ്യത്തെ ഒരു വരി ഒരു ചെറിയ കത്തി ഉപയോഗിച്ച് ഇതുപോലൊന്ന് ഇളക്കിയെടുക്കണം. അപ്പം നമ്മൾ ആദ്യം ഇളക്കി ഇതുപോലെ ആദ്യത്തെ ഒരു വരി ഇളക്കുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് മുറിഞ്ഞു പോകും. കഴിയുന്നതും മുറിഞ്ഞു പോകാതെ ഇളക്കിയെടുക്കുക. അപ്പം ഇതുപോലെ ഇളക്കിയെടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത വരി തൊട്ടുള്ളത് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ആദ്യത്തെ ഒരു വരി മാത്രം കത്തി വെച്ചെടുത്താൽ മതി. ബാക്കിയെല്ലാം ഈസി ആയിട്ട് നമുക്ക് കൈവച്ച് തന്നെ ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരു വരി കത്തി വെച്ച് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ ഒന്ന് മുറിഞ്ഞു പോയെങ്കിലും പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ബാക്കിയുള്ളതെല്ലാം കൈവച്ച് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. നമ്മൾ കത്തി വെച്ച് മൊത്തത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ എല്ലാം മുറിഞ്ഞു പോകും. കറക്റ്റായിട്ട് ഇതുപോലെ കോണിൻ്റെ കറക്റ്റ് ആ ഷേപ്പ് കിട്ടത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇളക്കിയെടുക്കുക. അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് നമുക്ക് ഇളക്കി എടുത്താൽ കറക്റ്റായിട്ടുള്ള ഷേപ്പ് കിട്ടത്തുള്ളൂ. നമ്മൾ കത്തി വെച്ച് അരിയുമ്പോൾ അതെല്ലാം മുറിഞ്ഞു പോകും. അപ്പം ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പം നമ്മൾ ആദ്യം ആ കത്തി വെച്ച് ഇളക്കിയെടുത്ത് മാത്രമേ ഉള്ളൂ കുറച്ചൊന്നും മുറിഞ്ഞു പോകുന്നത്. ബാക്കി എല്ലാം നമുക്ക് വളരെ പെർഫെക്റ്റായിട്ട് കൈവച്ച് തന്നെ ഈസി ആയിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ചോളമെല്ലാം കൈവച്ച് തന്നെ എല്ലാം ഇളക്കി എടുത്തിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ടൊന്നും മുറിഞ്ഞൊന്നും പോകാതെ ഇങ്ങനെ 2 ചോളവും ഇതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് വെള്ളം വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക. അതിലേക്ക് നമ്മൾ ഇളക്കിയെടുത്ത ചോളം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ചോളം ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് കുക്കായി കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പം അരിച്ചെടുത്തതിന് ശേഷം ആ ചൂടോട് കൂടി തന്നെ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചൂടൊന്നും ആറാതെ പെട്ടെന്ന് തന്നെ ഇത് ബൗളിലേക്ക് ഇട്ടണം. എന്നിട്ട് 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചൂടോടുകൂടി ബട്ടർ ഇട്ട് മിക്സ് ചെയ്താലേ അത് നന്നായിട്ട് മെൽറ്റായിട്ട് ഇതിനകത്ത് നന്നായിട്ട് മിക്സായി കിട്ടത്തുള്ളൂ. അപ്പോൾ ചൂടോടുകൂടി തന്നെ ബട്ടർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ചാട്ട് മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ നാരങ്ങ നീര്. അപ്പം നാരങ്ങ നീര് ഒത്തിരി അങ്ങ് കൂടിപ്പോരുത്. ഒത്തിരി ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിനൊത്തിരി പുളിയായി കഴിഞ്ഞാൽ നമുക്ക് തിന്നാൻ അത്ര നല്ലതായിരിക്കത്തില്ല. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി മസാലയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബട്ടറും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചാട്ടാണ്. വളരെ സിമ്പിളുമാണ്. ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല കോൺ ചാട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുക. അപ്പോൾ ചൂടോടുകൂടിയാണ് ഈ ഒരു മസാല കോൺ കഴിക്കാൻ നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ശരണ്യാസ് റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്